ഹലോ ഗായ്സ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ലൈക്കൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് കടി ഇഡലി ആയിരുന്നു കേട്ടോ. ഇഡലിയും പിന്നെ ചട്നിയും അതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു രാവിലത്തെ ഫുഡ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഇതാ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മോറിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ പരിപാടികളുണ്ട് കേട്ടോ. ബാങ്കിക്കൊക്കെ പോകണം. ഓരോരോ അങ്ങനെ ഓരോ കാര്യത്തിന് ഓരോ വഴിക്ക് അങ്ങനെ പോകാണ്ട് കേട്ടോ. അപ്പോൾ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ കാക്കു പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പണിക്ക്. അങ്ങനെ ഇതാ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇനി ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഇന്ന് ഫുള്ള് പച്ചക്കറിയാണ് കേട്ടോ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ പച്ചക്കറിൻ്റെ ഇടയിൽ ചെറിയ ഉണക്കമീൻ പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നല്ല വെണ്ടയ്ക്ക് ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. പിന്നെ ഉപ്പേരിക്ക് ക്യാബേജും ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഉണക്ക ചെമ്മീൻ കുറച്ച് ഞാൻ ഈ ഒരു 10 രൂപ 10-20 കേട്ടോ ആ പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൂസ് വാങ്ങിക്കുമ്പോൾ അതിന് ഒരുപാട് കച്ചറകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ലൂസ് വാങ്ങിയപ്പോൾ അതിൽ കൂറ അതുപോലെ ചെറിയ പല്ലിക്കുട്ടികൾ അങ്ങനെ ചത്ത് ഉണക്കി ഇട്ട് ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ലൂസ് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഈ പാക്ക് ആകുമ്പോൾ പാക്ക് നല്ല വൃത്തിയാണ് കേട്ടോ. നമുക്ക് കാണാമല്ലോ. ഒരു 10 രൂപയാണെങ്കിലും 20 രൂപയാണെങ്കിലും ആ ചെമ്മീൻ പാക്കറ്റിൽ നല്ല വൃത്തിയുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ഇങ്ങനെ നമ്മൾ നല്ല വൃത്തിക്ക് ആക്കി വെച്ചിട്ടാണ് കേട്ടോ പാക്കിലുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അധികം അങ്ങനെ പാക്കിൽ കുറച്ച് വാങ്ങുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങോട്ടെങ്കിലും അർജൻറ്റിൽ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു സാധനം ഉണ്ടെങ്കിൽ ഉപ്പേരിക്കൊക്കെ നുറുക്കാൻ കുറച്ച് ടൈം പിടിക്കില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഒക്കെ റെഡിയാക്കി വേഗം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജ് മാത്രമല്ല എല്ലാ പച്ചക്കറി ഉപ്പേരിക്കുള്ള എല്ലാതും നമുക്ക് അതിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഈസിയാണ്. വളരെ നമുക്കൊക്കെ ഈ സ്ത്രീകൾക്കൊക്കെ രാവിലെ പെട്ടെന്നൊക്കെ ഉപ്പേരിക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനും ഭയങ്കര യൂസ്ഫുൾ സംഭവം കേട്ടോ അത്. അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെച്ചോളൂ കേട്ടോ. രാവിലെ ജോലിക്കൊക്കെ പോകണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഉപകാരം കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാനിതാ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വെണ്ടയ്ക്ക വറുക്കുകയല്ല, ഒന്ന് ആ വഴുവഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാബേജൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചത് ഒന്ന് കഴുകി നമ്മൾ എന്നും വെള്ളം പോകാൻ ഊറ്റി വയ്ക്കുന്നത് ആ വലിയ അരിപ്പയിലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഉപ്പേരിയാക്കി വെക്കുകയാണ്. കുറച്ച് ഉള്ളിയും പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ച് ക്യാബേജ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ ഗ്യാസ് അടുപ്പിൽ നമ്മൾ ഇതുണ്ടല്ലോ ചെമ്മീൻ ഉണക്ക ചെമ്മീനും വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്തിട്ട് ചെമ്മീനും വെണ്ടയ്ക്കയും കൂടെ കറി വെക്കാൻ കേട്ടോ. നല്ല രസമുള്ള ടേസ്റ്റി ആ ഒരു കറിയാണ് കേട്ടോ. അത് മാത്രം മതി കേട്ടോ. ആ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കുന്നത് പോണത് അറിയില്ല കേട്ടോ. പിന്നെ ഒരു പപ്പടം കൂടി മതി. അടിപൊളിയാണ്. ഞങ്ങൾ പാലക്കാടൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ ഓരോരോ കറികൾ വെക്കും കേട്ടോ. അതുപോലെ ചെമ്മീൻ മാങ്ങ ഇട്ട് കറി വെക്കും. ഉണക്ക ചെമ്മീൻ മാങ്ങ കേട്ടോ, പച്ച ചെമ്മീനല്ല. പച്ച ചെമ്മീനും അധികം വെക്കും, മാങ്ങ ഇട്ടിട്ടും വെക്കാറുണ്ട് ഞാൻ. ഉണക്ക ചെമ്മീൻ്റെ കാര്യം കേട്ടോ ഇപ്പോൾ പറയണത്. അങ്ങനെ നമ്മളെ വെണ്ടക്ക കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും വാട്ടി ഒന്ന് ഉലുവയൊക്കെ പൊട്ടിച്ച് നമ്മൾ മീൻ കറി വെക്കും അതേ ആ മെത്തേഡ് തന്നെ കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല. അതിലേക്ക് ഉണക്ക ചെമ്മീൻ ഇങ്ങനെ വറുത്ത് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ വാഴക്ക ഉണ്ടല്ലോ, പച്ചക്കായും ചെമ്മീനും കൂടി കറി വെക്കാം കേട്ടോ. നല്ല രസമാണ്. അതുപോലെ വഴുതിരിങ്ങയും ചെമ്മീനും ഇട്ട് കറി വെക്കും. കുമ്പളങ്ങയും ചെമ്മീനും ഇട്ട് കറി വെക്കും കേട്ടോ. എല്ലാത്തിലും വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സ്പെഷ്യൽ കറിയൊക്കെ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ചെറുപ്പകാലത്തിലെന്നല്ല, ഞങ്ങൾ പാലക്കാടിൽ ആ നാടൻ ജീവിത രീതികളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പണ്ട്. അതൊക്കെ ഞങ്ങൾ കറി വെക്കുക. എൻ്റെ ഉമ്മയും വല്യമ്മയും അവരൊക്കെ അങ്ങനെ ഓരോ കറികൾ അങ്ങനെ ഐറ്റംസ് അങ്ങനെ വെച്ച് ഉണ്ടാക്കും കേട്ടോ. നല്ല രസമാണ് കഴിക്കാനും. ആ ഒരു ചെറിയൊരു
കുറച്ച് കിട്ടിയാൽ മതി. പക്ഷേ അന്നത്തെ ആ ടേസ്റ്റൊന്നും ഇപ്പം ഉണ്ടാവണില്ല കേട്ടോ. അതെന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി. അതുപോലെ ഇതാ ഉപ്പേരിയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം കുളിച്ച് മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ച് പോകണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചക്കലത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ 3:30 മണി വരെയൊക്കെയുള്ള ബാങ്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ അവിടെ പോയി കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായി. അങ്ങനെ ഇതാ പോകുമ്പോൾ നല്ല ഒരു വെയിലും ഒക്കെ ആയിരുന്നു കേട്ടോ. മഴക്കാറ് ഉണ്ടായിരുന്നു. എന്നാലും കോട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ കോട്ടും എടുത്തില്ല, ഹെൽമെറ്റും എടുത്തില്ല കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ബാങ്ക്. ഒരുപാടൊന്നും പോകണ്ട, അപ്പോൾ പെട്ടെന്ന് പോയി വരാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ ഇതാ ബാങ്കിലെത്തി. അവിടെ എത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് 2-3 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അവിടെ ഇട്ട പൂക്കളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തതാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പൂക്കളാണെങ്കിൽ നല്ല വെറൈറ്റി കളറുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. പിന്നെയാണ് നമ്മൾ ബാങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോഴാണ് ഹെൽമെറ്റും കോട്ടും എടുക്കാത്തതിൽ ആകെ പെട്ടത് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് മഴയൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞങ്ങളിതാ വണ്ടി എടുത്ത് പോരുക ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേലാറ്റൂർ പുഴ കേട്ടോ. അപ്പോൾ പുഴയിലൊക്കെ ഇപ്പോൾ വെള്ളം അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ അല്ലേ ഇത്. മഴ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പുഴകളിലൊക്കെ വെള്ളം വറ്റി തുടങ്ങും കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇനിയും അടുത്ത മഴ വരുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്തണം എന്ന് വെച്ചിട്ട് നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. എനിക്കാണെങ്കിൽ ഓവർ സ്പീഡിൽ പോരുന്നത് തന്നെ പേടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ജാം ജൂം കേട്ടോ. എല്ലായിടത്തും ഉണ്ട് ജാം ജൂം, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.